തൃശൂർ DCC പ്രസിഡന്റ് സ്ഥാനം ജോസ് വള്ളൂർ ഒഴിയുകയാണ്. അല്പസമയത്തിനകം തൃശൂർ DCCയിലെത്തി രാജി പ്രഖ്യാപിക്കും. UDF ചെയർമാൻ MP വിൻസെന്റും രാജിവെക്കും. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, DCC ഓഫീസിലേക്ക് എത്തി പ്രവർത്തകരുടെ നീണ്ട നിര തന്നെയുണ്ട്. എപ്പോഴായിരിക്കും രാജി പ്രഖ്യാപനം? ഈ MP വിൻസെന്റ് കാര്യത്തിൽ K മുരളീധരൻ ഇടപെട്ടിരുന്നു അല്ലേ? തീർച്ചയായും. അതായത് അല്പസമയം മുമ്പാണ് ജോസ് വള്ളൂര് DCC ഓഫീസിലേക്ക് എത്തിയത്. വലിയ തോതിൽ പ്രവർത്തകർ അദ്ദേഹത്തിനെ അനുകൂലിക്കുന്നവർ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജോസ് വള്ളൂരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വലിയ തോതിൽ മുദ്രാവാക്യം വിളിച്ചു. പക്ഷെ അതേസമയം തന്നെ കോൺഗ്രസിന്റെ ചില കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ ജോസ് വള്ളൂരിനെതിരെയുള്ള വിഭാഗത്തിൽ നിന്നുള്ള ആളുകളും ഇവിടെ ഉണ്ടായിരുന്നു. ഇരു വിഭാഗവും തമ്മിൽ ഇന്നും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതായിരുന്നു. ഒന്നും തള്ളുമുണ്ടായി. കൗൺസിലറായ ജയപ്രകാശിനെ ഒരു വിഭാഗം പ്രവർത്തകർ തള്ളി പുറത്താക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ DCC ഓഫീസിന്റെ മുകളിൽ ഈ ജോസ് വള്ളൂർ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ പ്രഖ്യാപിക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. നിലവിൽ MP വിൻസെന്റും ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. ഈ ജോസ് വള്ളൂരിന്റെ രാജി ആവശ്യമില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു വിഭാഗം പ്രവർത്തകരാണ് നിലവിൽ ഈ DCC ഓഫീസിന് അകത്ത് ഉള്ളത്. എന്തായാലും നിലവിൽ ഈ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ മറുവിഭാഗത്തിൽ നിന്നുള്ള കൂടുതൽ പ്രവർത്തകർ DCC ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. അവരെ ഒരുപക്ഷെ തടയുകയാണെങ്കിൽ ഇന്നും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്താനും സാധ്യതയുണ്ട്. അതേസമയം തന്നെ പോലീസും വലിയ തോതിൽ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. ഈ പ്രവർത്തകരുമായി സംസാരിച്ച ശേഷമായിരിക്കും ജോസ് വള്ളൂർ തന്റെ നിലപാട് അറിയിക്കുക. അല്പസമയത്തിനകം തന്നെ ജോസ് വള്ളൂർ നിലപാട് അറിയിക്കുമെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അതേസമയം തന്നെ കൂടുതൽ MP വിൻസെന്റ് ഇപ്പോൾ DCC ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. MP വിൻസെന്റ് ഈ DCC ഓഫീസിന് മുൻപിൽ നിലവിലെത്തിയിട്ടുണ്ട്. അകത്തേക്ക് പ്രവേശിച്ച് DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുമായി സംസാരിക്കാനാണ് MP വിൻസെന്റ് എത്തിയിരിക്കുന്നത്. വിൻസെന്റിന്റെ പ്രതികരണമാണ് നമ്മൾ തേടുന്നത്. ശരി.